Hi friends, welcome back to Candela Study Circle. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിവീർ വായു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 7ലെ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതിന് മുന്നേ ഫിസിക്സിൻ്റെ ഒരു സെഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്തൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ ബാക്കി ഫിസിക്സ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ ഹീറ്റ് ഗിവൺ ടു എ തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് 1 kilocalorie ആൻഡ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഈസ് 200 joule. ഫൈൻഡ് ദ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ ഹീറ്റ് ഗിവൺ എന്നത് ഹീറ്റ് കൊടുക്കുന്നത് 1 kilocalorie ആണ്. അവിടെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറയുന്നത് 200 joule ആണ്. അങ്ങനെയെങ്കിൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1000 joule, ഓപ്ഷൻ ബി 2000 joule, ഓപ്ഷൻ സി 4000 joule, ഓപ്ഷൻ ഡി 3000 joule. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഇക്വേഷൻ അനുസരിച്ച് Q ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി പ്ലസ് W. ഇതാണ് ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ് കാണേണ്ടത്. ദാറ്റ് ഈസ് ഡെൽറ്റ U ഈസ് ഈക്വൽ ടു Q മൈനസ് W. ഇവിടെ ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം എന്ന് പറയുന്നത് 1 kilocalorie ആണ്. സോ ഈ 1 kilocalorie നമ്മൾ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് 1 kilocalorie എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4200 ജൂളാണ്. മൈനസ് ഇവിടുത്തെ വർക്ക് ഡൺ ബൈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 200 ജൂളാണ്. സോ 4200 മൈനസ് 200 എന്ന് പറഞ്ഞാൽ 4000 ജൂളാണ് ഇവിടുത്തെ ഇൻറ്റേർണൽ എനർജി. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, 4000 ജൂൾ. അടുത്ത ചോദ്യം, റെഫർ ദ ഫോളോയിങ് ഡയഗ്രാം ടു കാൽക്കുലേറ്റ് ഹൗ ഫാർ ഇൻ സെൻറ്റിമീറ്റർ വിൽ ദ ഇമേജ് ഫോംഡ് ഫ്രം ദ മിറർ. എ ബി ഈസ് ദ ഒബ്ജക്റ്റ്. സോ ഈ ഒരു ഫിഗർ നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കോൺകേവ് മിററാണ്. അതിൽ എ ബി ഒബ്ജക്റ്റ് ആണ്. സോ നമുക്കിവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് മിറർ നമുക്ക് നൽകിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 10 centimeter ആണ്. പിന്നെ ഇവിടെ നൽകിയിട്ടുള്ളത് പോളിൽ നിന്നും സിയിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 25 centimeter. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് മിറർ ആണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് വി ആണ് നമുക്ക് കാണേണ്ടത്. സോ നമ്മൾ മിറർ ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ 1/f ഈസ് ഈക്വൽ ടു 1/u പ്ലസ് 1/v ആണ്. ഇതിൽ യുടെ വാല്യൂ നമുക്ക് നൽകിയിട്ടുണ്ട്. ദാറ്റ് ഈസ് u ഈസ് ഈക്വൽ ടു -10 centimeter. നമുക്ക് ഫോക്കസ് ദൂരത്തിൻ്റെ ലെങ്ത്ത് നൽകിയിട്ടില്ല. സോ സിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 25 ആണ്. സോ c/2 ആണ്. f ഈസ് ഈക്വൽ ടു c/2 ആണ്. ദാറ്റ് ഈസ് 25/2. അതും വാല്യൂ നെഗറ്റീവാണ്. സോ ഇനി നമുക്ക് വിയുടെ വാല്യൂ ആണ് കാണുന്നത്. ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 1/v ഈസ് ഈക്വൽ ടു 1/f മൈനസ് 1/u എന്ന് വരും. ഇനി ഡയറക്റ്റ് ഇതിലേക്ക് വാല്യൂ കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 1/-25/2 മൈനസ് 1/-10. ഈ ഒരു 2 മുകളിലോട്ട് കയറും. ദാറ്റ് ഈസ് 2/25 മൈനസ് 1/-10. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × -10 എന്ന് പറഞ്ഞാൽ -20 ആണ്. -25 × 1 എന്ന് പറഞ്ഞാൽ -25 ഡിവൈഡഡ് ബൈ -25 × -10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 250 ആണ്. സോ ഇവിടെ -20 മൈനസ് -25 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -20 + 25 ആണ്. ദാറ്റ് ഈസ് വരുന്നത് 5 ആണ്. 5/250. അതായത് 250 എത്ര അഞ്ചുണ്ട്? 250 50 അഞ്ചുണ്ട്. ദാറ്റ് ഈസ് 1/50 എന്ന് വരും. അപ്പോൾ ഇവിടെ 1/vയുടെ വാല്യൂ നമുക്ക് കിട്ടി 1/50. സോ v ഈസ് ഈക്വൽ ടു 50 centimeter. സോ ഓപ്ഷൻ സി ആണ് ശരിത്തരം, 50 centimeter. അടുത്ത ചോദ്യം, എ ഫോഴ്സ് F is equal to 5I + 3J Newton displaces a body by 2I - J meter. ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഈസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് വർക്ക് ഡൺ കാണാനാണ്. നമുക്കിവിടെ ഫോഴ്സും നൽകിയിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റും നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വർക്ക് ഡൺ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി 12 joule, ഓപ്ഷൻ സി 7 joule, ഓപ്ഷൻ ഡി 13 joule. സോ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ W ഈസ് ഈക്വൽ ടു FS cos θ ആണ്. സോ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ആണ് നമുക്ക് കാണേണ്ടത്. സോ F.S എന്ന് വരും. സോ വാല്യൂ ഡയറക്റ്റായിട്ട് കൊടുക്കുക. ഫോഴ്സ് എന്ന് പറയുന്നത് 5I + 3J ആണ്. ഇൻറ്റു ദെൻ നെക്സ്റ്റ്
ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 2i മൈനസ് ജെ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 5 ഇൻറ്റു 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ആണ്. പ്ലസ് നെക്സ്റ്റ് 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു മൈനസ് 1 ആണ്. സോ -3 എന്ന് വരും. വാല്യൂ എന്ന് പറയുന്നത് 7 ജൂളാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, 7 ജൂൾ. അടുത്ത ചോദ്യം, ഇഫ് ദ റേഡിയസ് ഓഫ് എർത്ത് ഈസ് റെഡ്യൂസ്ഡ് ബൈ 2/3 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ കീപ്പിംഗ് ഇറ്റ്സ് മാസ് കോൺസ്റ്റൻറ്റ് ദെൻ ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിക്കംസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് എർത്തിൻ്റെ റേഡിയസ് 2/3 ആയിട്ട് ചേഞ്ച് ചെയ്തു, അവിടെ മാസിന് ചേഞ്ച് ഒന്നുമില്ല, അങ്ങനെയെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലെ ചേഞ്ച് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ G ഈസ് ഈക്വൽ ടു gm/r² ആണ്. സോ r ചേഞ്ച് ആവുന്നത് 2/3 r ആയിട്ട് ചേഞ്ച് ആവുന്നു. സോ എന്തായിരിക്കും ജിയിൽ ഉണ്ടാവുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ വാല്യൂ ആറിന് പകരം നമുക്ക് 2/3 r എന്ന് കൊടുക്കണം. സോ gm/2/3 r ദ ഹോൾ സ്ക്വയർ. നമുക്ക് മാറ്റി എഴുതുകയാണെങ്കിൽ gm/2² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ആണ്, 3² എന്ന് പറഞ്ഞാൽ 9 ആണ്, ഇൻറ്റു r². അപ്പോൾ ഇതാണ് ഇനീഷ്യൽ വാല്യൂ, ദാറ്റ് ഇസ് G ഈസ് ഈക്വൽ ടു gm/r². അപ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ഈ 9 മുകളിലോട്ട് പോകും, 9/4 ചേഞ്ച് ഉണ്ടാവും. സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, 9/4. ഇനി ഇതിൻ്റെ ഷോർട്ട് കട്ട് ഉണ്ട്, ബട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് മാസ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. സോ എന്ത് ചെയ്താൽ മതി, നമുക്ക് നൽകിയിരിക്കുന്ന 2/3 r ആയിട്ട് ചേഞ്ച് ചെയ്യുകയാണെന്ന് പറയുന്നത്. സോ 3/2 ഹോൾ സ്ക്വയർ കണ്ടാൽ മതി, ദാറ്റ് ഈസ് 9/4 എന്ന് നമുക്ക് കിട്ടും. അടുത്ത ചോദ്യം, എ ബോഡി എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഹാസ് ആൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് 0.1 മീറ്റർ ആൻഡ് എ ഫ്രീക്വൻസി ഓഫ് 50 ഹെർട്സ്. ദ റേഷ്യോ ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ആക്സലറേഷൻ ആൻഡ് മാക്സിമം വെലോസിറ്റി ഓഫ് ദ ബോഡി ഈസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഒരു ബോഡി സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 0.01 മീറ്റർ ആണ്, അതിൻ്റെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ മാക്സിമം ആക്സലറേഷൻ ടു ദ മാക്സിമം വെലോസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 2π, ഓപ്ഷൻ ബി 50π, ഓപ്ഷൻ സി 100π, ഓപ്ഷൻ ഡി 200π. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് എ ഈസ് ഈക്വൽ ടു 0.01 ആണ്. ദെൻ നെക്സ്റ്റ് ഫ്രീക്വൻസി നമുക്ക് നൽകിയിട്ടുണ്ട്, ദാറ്റ് ഈസ് 50 ഹെർട്സ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി ആണ്. സോ ഒമേഗയുടെ വാല്യൂ ഇവിടെ കാണണം, ഒമേഗ ഈസ് ഈക്വൽ ടു 2πf ആണ്. സോ 2π ഇൻറ്റു 50 ദാറ്റ് ഈസ് 100π ഒമേഗയുടെ വാല്യൂ. ഇനി നമ്മൾ ഫസ്റ്റ് ഇതിലെ വെലോസിറ്റി കാണണം, ദാറ്റ് ഈസ് d/dt ഓഫ് എക്സ്. സോ d/dt ഓഫ് എ സൈൻ ഒമേഗ ടി. സോ ഇതിൻ്റെ വാല്യൂ നമ്മൾ കാണാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എ വരുന്നു. സൈൻ ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ഒമേഗ ടി ആണ്, കോസ് ഒമേഗ ടി ദെൻ ഇൻറ്റു ഒരു ഒമേഗ വരും. സോ ഇതിൻ്റെ വാല്യൂ നമുക്ക് നോക്കാം. ഇവിടെ മാക്സിമം വെലോസിറ്റി ആവുന്നത് കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു 1 ആകുമ്പോഴാണ്. സോ വെലോസിറ്റി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് 0.01 ഇൻറ്റു ഒമേഗയുടെ വാല്യൂ 100π ഇൻറ്റു ഈ ഒരു 1 വരും. സോ വാല്യൂ വരുന്നത് 1π ആണ്. ഇതാണ് വെലോസിറ്റി, മാക്സിമം വെലോസിറ്റി. ഇനി നമ്മൾ നെക്സ്റ്റ് കാണുന്നത് മാക്സിമം ആക്സിലറേഷൻ ആണ്, ദാറ്റ് ഈസ് d/dt ഓഫ് ഈ ഒരു സാധനം എ ഒമേഗ കോസ് ഒമേഗ ടി. സോ ഇതിൻ്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ ഇവിടെ എ ഒമേഗ പുറത്ത് വന്നു, ദെൻ കോസ് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഒമേഗ ടി ആണ്, ഒരു ഒമേഗ കൂടെ ഉണ്ടാവും, മൈനസ് സൈൻ ഒമേഗ ടി. ഇവിടെയും മാക്സിമം വാല്യൂ ആവുന്നത് സൈൻ ഒമേഗ ടിയുടെ വാല്യൂ 1 ആകുമ്പോഴാണ്. സോ ഇവിടെ വാല്യൂ എന്ത് വരും, മൈനസ് എ ഒമേഗ സ്ക്വയർ ഇൻറ്റു 1. സോ ഇവിടെ മൈനസ് 0.01 ഇൻറ്റു 100π ദ ഹോൾ സ്ക്വയർ. സോ ഈ ഒരു വാല്യൂ എന്ത് വരും, ഇവിടെ 0.01 ഇൻറ്റു 100 ഇൻറ്റു 100π സ്ക്വയർ. സോ ഇവിടെ എന്ത് വരും, 1 ഇൻറ്റു 100π സ്ക്വയർ, ദാറ്റ് ഈസ് 100π
പൈ സ്ക്വയർ എന്ന് വരും, -100 പൈ സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ ആക്സിലറേഷൻ. നമ്മളോട് ചോദിച്ചുള്ളത് റേഷ്യോ ബിറ്റ്വീൻ മാക്സിമം ആക്സിലറേഷൻ ആൻഡ് മാക്സിമം വെലോസിറ്റി ആണ്. സോ 100 പൈ സ്ക്വയർ ബൈ പൈ. സോ ഇവിടെ പൈയും കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് 100 പൈ ആണ്. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, 100 പൈ. അടുത്ത ചോദ്യം, 3 capacitance of 4 microfarad, 6 microfarad and 12 microfarad are connected, one in series and then 2 in parallel. The ratio of equivalent capacitance in case of 1 to that in second is. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് 3 കപ്പാസിറ്റേഴ്സ് നൽകിയിട്ടുണ്ട്. അത് 4 മൈക്രോഫാരഡ്, 6 മൈക്രോഫാരഡ്, 12 മൈക്രോഫാരഡ്. ഇവ സീരീസ് ആയിട്ടും കണക്ട് ചെയ്യണം, ദെൻ പാരലൽ ആയിട്ടും കണക്ട് ചെയ്യണം. എന്നിട്ട് ഇവ തമ്മിലുള്ള റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 1:11, ഓപ്ഷൻ 2 11:1, ഓപ്ഷൻ 3 1:1, ഓപ്ഷൻ 4 1:3. അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 4 മൈക്രോഫാരഡും 6 മൈക്രോഫാരഡും 12 മൈക്രോഫാരഡും ആണ്. ആദ്യം ഇതിൽ സീരീസ് കാണും. സീരീസ് ആവുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1/c ഈസ് ഈക്വൽ ടു 1/c1 പ്ലസ് 1/c2 പ്ലസ് 1/c3. ദാറ്റ് ഈസ് ഇവിടെ 1/4 പ്ലസ് 1/6 പ്ലസ് 1/12. സോ നമുക്ക് ഇതിൻ്റെ LCM മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. സോ 4ൻ്റെയും 6ൻ്റെയും 12ൻ്റെയും LCM എന്ന് പറയുന്നത് 12 ആണ്. സോ വരുന്ന വാല്യൂ ഇവിടെ 12 ആവാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് ഇവിടെ 12 ആവാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ദെൻ 1. ദാറ്റ് ഈസ് 6/12. 6/12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 ആണ് ഇവിടുത്തെ കപ്പാസിറ്റി. ദാറ്റ്സ് 1/c ഈസ് ഈക്വൽ ടു ആണ് 1/2. സോ c ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. ഇനി നമുക്ക് പാരലൽ കാണണം. പാരലൽ c ഈസ് ഈക്വൽ ടു c1 പ്ലസ് c2 പ്ലസ് c3. ദാറ്റ് ഈസ് 6 പ്ലസ് 4 പ്ലസ് 12. ദാറ്റ് ഈസ് നമുക്ക് വരുന്നത് 10 22 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ റേഷ്യോ കണ്ടെത്തണം. ഫസ്റ്റ് കേസ് ടു സെക്കൻഡ് കേസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റിൽ കപ്പാസിറ്റൻസ് 2 ആണ്, സെക്കൻഡ് കേസിൽ 22 ആണ്. സോ ഇതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1/11. ദാറ്റ് ഈസ് 1:11 ആണ് ഇവിടുത്തെ റേഷ്യോ. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, 1:11. ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ x is equal to 2 plus 5t plus 3t square. വാട്ട് വിൽ ബി ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇറ്റ്സ് ഇനീഷ്യൽ വെലോസിറ്റി? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. ദാറ്റ് ഈസ് x is equal to 2 plus 5t plus 3t square ആണ്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും പിന്നെ ഇനീഷ്യൽ വെലോസിറ്റിയും ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 6 മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ ബി 2 മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ സി 5 മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. സോ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. സോ നമുക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. ദാറ്റ് ഈസ് d/dt ഓഫ് എക്സ്, ദാറ്റ് ഈസ് 2 plus 5t plus 3t square. ഇതിൻ്റെ വാല്യൂ എന്ത് വരും? 2 കോൺസ്റ്റൻ്റ് ആണ്. സോ 5tയിലൂടെ 5 വരും, പ്ലസ് ഇവിടെ 3t സ്ക്വയർ, ദാറ്റ് ഈസ് 2 × 3 പ്ലസ് 2 × 3 × t, ദാറ്റ് ഈസ് 6t. അപ്പം ഇതാണ് വെലോസിറ്റിയുടെ വാല്യൂ. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്കിതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഇനീഷ്യൽ വെലോസിറ്റി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കണ്ടാൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിക്കണം. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ v is equal to u plus at. അപ്പോൾ ഇതിലേക്ക് ഇത് ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് u plus at is equal to 5 plus 6t. സോ ഇതിന്ന് u 5 ആണ്, ദെൻ a 6 ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്, 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് അയച്ചോ ചോദിക്കാം. സോ അടുത്ത ക്ലാസ്സിൽ ഇതിലെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.